നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. ഈ രാജ്യത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് ഞെട്ടിക്കും. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ ഭർത്താവിനെ ജീവനോടെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന ഭാര്യ, ലഹരി നൽകി ഭർത്താവിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഭാര്യ, ഭർത്താവിനെ കൊന്ന ശേഷം കരിമ്പിൻ തോട്ടത്തിൽ കുഴിച്ചിട്ട ഭാര്യ, ഇനി ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ചു കൊന്ന ഭർത്താവ്. ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക്, ചില സംഭവങ്ങളിലേക്ക് എത്തി നോക്കുകയാണ് 20th അവർ. സ്വാഗതം. ഭർത്താവിനെ ജീവനോടെ കുഴിച്ചു മൂടാൻ ശ്രമം. ആ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അബോധാവസ്ഥയിലാക്കാൻ ഉറക്ക ഗുളികകൾ നൽകി. സംശയം തോന്നി എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചത് കോൺക്രീറ്റ് പണിക്കെത്തിയ തൊഴിലാളികൾ. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയാൻ പോകുന്നത്. ഒരു ഭർത്താവിനെ കൊലപ്പെടുത്തി ആ വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടാൻ, അതായത് കോൺക്രീറ്റ് ഇട്ട് മൂടാൻ നീക്കം നടത്തിയ യുവതിയാണ് അറസ്റ്റിലായത്. ഉറക്ക ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി പിന്നീട് ബാറ്റുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആ യുവതിയുടെ ലക്ഷ്യവും ശ്രമവും. ഈ ബാരാമതിയിൽ താമസിക്കുന്ന ഷർമിള പ്രവീൺ ജഗ്താബ് 38-കാരിയാണ്. ആ സ്ത്രീയാണ് അറസ്റ്റിലായത്. നമുക്കറിയാം, ദൃശ്യം സിനിമയിൽ ആ വില്ലനായി എത്തുന്ന ആളെ കൊന്ന് ഏറ്റവും ഒടുവിൽ കുഴിച്ചിടുന്നത് കോൺക്രീറ്റ് തറയ്ക്കുള്ളിലാണ്. ഏറെക്കുറെ അതുപോലെ സ്വന്തം ഭർത്താവിനെ ആ സിനിമയെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ആ കോൺക്രീറ്റ് പാളി ഇട്ട് അതിനടിയിൽ തീർക്കുക, അതിനടിയിൽ കുഴിച്ചിടുക എന്നുള്ളതായിരുന്നു ആ യുവതിയുടെ ചിന്തയും ആലോചനയും. ഈ ഭർത്താവ്, അദ്ദേഹം മയക്ക് ഗുളിക, ഉറക്ക ഗുളിക കഴിച്ച് ദിവസങ്ങളോളമാണ് അബോധാവസ്ഥയിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ചില ഓർമ്മകൾ മാത്രമാണ് ആ പാവം യുവാവിനുള്ളത്. बुधवारी रात्री मला त्यांनी ऑर्थो ज्यूसमध्ये स्लीपिंग पिल्स दिल्यामुळे मी गुरुवारी पूर्ण दिवस पूर्ण रात्र, शुक्रवारी पूर्ण दिवस पूर्ण रात्र आणि शनिवारी मला थोडीशी जाग आली, कारण का ते मला बॅटने मारत होते. अजून माझी मिसेस होती, बॅटने मारत होते. त्यामुळे मला थोडंसं कळत होतं की मला कोणीतरी भरपूर मारते. मी म्हणत होतो की मला मारू नका, तरी पण ते मारत होते. ह्याच्यामध्ये माझी मिसेस होती आणि अजून कोण आहे. ഒരു സ്വപ്നം കണ്ട അവസ്ഥയിലാണ് ആ യുവാവ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. കാരണം ചില ഓർമ്മകൾ മാത്രം, പൂർണ്ണമായിട്ടും മയക്കത്തിലാണ്. ഈ മയക്കത്തിനിടയിൽ മർദ്ദനമേൽക്കുന്നു, ക്രൂരമായിട്ടുള്ള പീഡനമേൽക്കുന്നു. ബാറ്റുകൊണ്ടാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. കാലും കൈയും പിടിച്ച് ആ ടാങ്കിനുള്ളിൽ, നേരത്തെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ടാങ്കിനുള്ളിലേക്ക് പിടിച്ച് കിടത്തിയിരുന്നു ആ സ്ത്രീ. അതിനിടയിലാണ് അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. എന്നാൽ ജൂലൈ 30-ാം തീയതിയാണ് ഈ യുവതി ആ ഭർത്താവിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നത്. ആദ്യം ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകുന്നു. അങ്ങനെയാണ് ഈ പ്രവീൺ അബോധാവസ്ഥയിലായത്. 2 ദിവസത്തിലധികം അബോധാവസ്ഥയിൽ, അതായത് ഒരു തരത്തിലും ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ അയാൾ ഉറക്കത്തിലായിരുന്നു എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. ഓഗസ്റ്റ് 1-ാം തീയതി ഈ ബോധം തിരികെ കിട്ടും എന്നായപ്പോൾ ആ ഭാര്യ, ഷർമിള എന്ന ഭാര്യ, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ബാറ്റ് ഉപയോഗിച്ച് പ്രവീണിനെ, സ്വന്തം ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. പിന്നീടാണ് തൊഴിലാളികളെ വിളിച്ചു വരുത്തി വീട്ടിലെ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ച് ഒരു ചതുരാകൃതിയിൽ ഒരു കുഴി അല്ലെങ്കിൽ ഒരു ടാങ്ക് പോലെ നിർമ്മിക്കുന്നത്. ആ ടാങ്കിനുള്ളിൽ പ്രവീണിനെ കിടത്തി അതിനു മുകളിൽ കല്ലുപാളികളൊക്കെ വെച്ച് മൂടുക, അടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ യുവതിയുടെ ശ്രമം. എന്നാൽ യുവതിയുടെ ഈ പ്രവർത്തികളിൽ, യുവതി ആവശ്യപ്പെടും പോലെ പണി ചെയ്ത ആ തൊഴിലാളികൾ, അവർക്കുണ്ടായ ചെറിയ സംശയമാണ് ഈ കാര്യങ്ങളുടെ ചുരുളഴിച്ചത്. അങ്ങനെ തൊഴിലാളികൾ പോലീസിനെ വിവരമറിയിക്കുകയാണ്. 112 എന്ന എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. അതേ തുടർന്ന് അവർ കാര്യം അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഇക്കാര്യം അറിയുന്നത്.
പക്ഷേ ഈ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഈ പ്രവീണിന്റെ സഹോദരനും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. बारामती शहर पोलीस स्टेशन हद्दीमध्ये दिनांक 6 ऑगस्ट रोजी अथर्व राजेंद्र मेहन नावाच्या युवकाने त्याची होणारी पत्नी, जिचं वय वर्ष 23 होते, तिला दुपारी 12 वाजता दिनांक 6 ऑगस्ट रोजी आपल्या घरी बोलवलेलं होतं आणि तिच्या आईने आणि मैत्रिणीने दिलेल्या तक्रारीनुसार अथर्ववर त्यांचा संशय होता की अथर्व हा तिला शारीरिक संबंध करायचा आणि शारीरिक संबंधापूर्वी तिला काही खाण्यासाठी टॅब्लेट तो तिला द्यायचा आणि स्वतःही काही टॅബ്लेट खायचा. ആ സഹോദരൻ നേരത്തെ തന്നെ ആ വീട്ടിലേക്ക് എത്തിയ സഹോദരനാണ് കുഴിയിൽ കിടന്നിരുന്ന പ്രവീണിനെ പുറത്തേക്കെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ സംഭവ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഈ സഹോദരൻ്റെ അല്ലെങ്കിൽ ഈ മർദ്ദനമേറ്റ ആ യുവാവിൻ്റെ അമ്മ, അവർക്കും ഈ ഷർമിള ഉറക്ക ഗുളിക നൽകിയിരുന്നുവെന്നാണ് പ്രവീൺ പറയുന്നത്. തന്നെ മർദ്ദിക്കുന്നതിനിടെ ബോധം തിരികെ കിട്ടിയ അമ്മയെ ആ സമയത്ത് അമ്മയാണ്, അതായത് ഈ ഉറക്ക ഗുളിക കഴിച്ച അമ്മ ഇടയ്ക്ക് എപ്പോഴും ഉണർന്നു. അപ്പോഴാണ് ഈ പ്രവീണിനെ ഇവർ മർദ്ദിക്കുന്നവർ കാണുന്നത്. അങ്ങനെ അമ്മ സഹോദരനെ അതായത് അവരുടെ മറ്റൊരു മകനെ ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിവരമറിഞ്ഞ എത്തുകയായിരുന്നു ആ സഹോദരൻ. അങ്ങനെയാണ് പ്രവീണിന് ജീവൻ രക്ഷപ്പെട്ടത്, ജീവൻ തിരികെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരുപക്ഷേ ആ കുഴിക്കുള്ളിൽ കോൺക്രീറ്റ് ഇട്ട് മൂടപ്പെട്ട നിലയിലായി മാറുമായിരുന്നു യുവാവ്. സംഭവത്തിന് പിന്നിൽ മന്ത്രവാദമോ അല്ലെങ്കിൽ ആഭിചാരം പോലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഈ രക്ഷപ്പെട്ട പ്രവീൺ ആവശ്യപ്പെട്ടത്. ജൂലൈ 13, ജൂലൈ 14 ഈ കലണ്ടറിലെ ആ 2 തീയതികളിലും നോ റിസൾട്ട് എന്ന് ആ ഭാര്യ ഷർമിള മാർക്ക് ചെയ്തു വെച്ചിരുന്നു. അദ്ദേഹം കരുതുന്നത് ഈ 2 ദിവസവും അത് അമാവാസി ദിനങ്ങളാണ്. അപ്പോൾ ഈ നോ റിസൾട്ട് എന്ന് ആ 2 ദിനങ്ങളിലും പ്രത്യേകം എഴുതണമെങ്കിൽ അതിനു പിന്നിൽ ഇത്തരമെന്തോ അന്ധവിശ്വാസമോ ആഭിചാരക്രിയകളോ ഉണ്ട് എന്നാണ് അയാളുടെ ഉറച്ച വിശ്വാസം. മാത്രമല്ല ഈ സ്ത്രീ ഇത്തരം കാര്യങ്ങളുമായി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നു, താല്പര്യം വെച്ചിരുന്നു. ഇനി ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇത്തരത്തിൽ ഡോസ് കൂടിയ ഉറക്ക ഗുളികകൾ നൽകിയ മെഡിക്കൽ സ്റ്റോർ ഉടമയ്ക്കെതിരെയും നടപടിയെടുക്കണം എന്നുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. ആ കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു യുവാവിനെ കൊന്ന് അത് കൊലപ്പെടുത്തുന്നതിന് മുമ്പ്, ജീവൻ നഷ്ടമായി എന്ന് ഉറപ്പാക്കുന്നതിന് മുമ്പ് തന്നെ മൂടാനുള്ള ശ്രമം നടത്തിയ അതിക്രൂരമായിട്ടുള്ള ഒരു ചെയ്തിയാണ് ആ ഭാര്യ ഷർമിളയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഭാഗ്യം കൊണ്ട് ആ യുവാവിന് ജീവൻ നഷ്ടമായില്ല. സമയോചിതമായിട്ടുള്ള ഇടപെടലിൽ, അവൻ്റെ അമ്മയുടെയും സഹോദരൻ്റെയും ഇടപെടലിൽ അവർക്ക് ജീവൻ തിരികെ കിട്ടുന്ന സാഹചര്യമാണ്. ഭർത്താവിനെ കൊന്ന് കരിമ്പിൻ തോട്ടത്തിൽ കുഴിച്ചിട്ടു. ഭാര്യയും കാമുകനും അറസ്റ്റിൽ. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് 6 മാസങ്ങൾക്ക് ശേഷം. കർണാടകയിലാണ് സംഭവം. അവിടെ ബെലഗാവി ജില്ലയിൽ ചിക്കോടി എന്ന താലൂക്കിൽ ഖഡ്ഖലാത്ത് എന്നൊരു ഗ്രാമമുണ്ട്. കൊല്ലപ്പെട്ടത് 40 വയസ്സുകാരനായ രഘു ഖാവഡെ എന്ന മനുഷ്യനാണ്. ആടുകളെയൊക്കെ മേയിച്ച് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനാണ് രഘു. രഘുവിൻ്റെ ഭാര്യ ബംഗാരി ഗാവഡെ, അവളുടെ കാമുകൻ രാമു രണഗെ, ഈ 2 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ഈ സംഭവം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു 6 മാസം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 7-ാം തീയതി. ഫെബ്രുവരി 7-നാണ് രഘുവിനെ ഇവർ കൊന്നുകളഞ്ഞത്. ഈ ബംഗാരിയും രാമുവും തമ്മിലുള്ള അവിഹിത ബന്ധം, ആ ബന്ധമാണ് ഇതെല്ലാത്തിനും കാരണം, ആധാരം. ഇതിൽ രസകരം, ബന്ധുക്കളായിരുന്നു ഈ ബംഗാരിയും രാമുവും എന്നുള്ളതാണ്. രാമു ഈ രഘുവിൻ്റെ ബന്ധുവാണ്. പതിവായി വീട്ടിലെത്തി അങ്ങനെ അടുപ്പം വളർന്നതാണ്. ഇവർ തമ്മിലുള്ള ഈ അവിഹിത ബന്ധം അത് വളരുന്നത് അറിഞ്ഞു ഈ രഘു. ഇതോടുകൂടി വിഷമത്തിലായ അയാൾ മദ്യപാനം പതിവാക്കി. മദ്യപിച്ചെത്തിയ ഇയാൾ പതിവായി ആ സ്ത്രീയുമായി വഴക്കുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 7-ാം തീയതി രാത്രിയിലും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു.
മദ്യലഹരിയിൽ രഘു വീട്ടിലേക്കെത്തി. പിന്നീട് ഭാര്യയുമായി വഴക്കുണ്ടാക്കി. ഈ വഴക്കിൽ ദേഷ്യം പൂണ്ട ബംഗാരി കാമുകനായിട്ടുള്ള രാമുവിനെ ഫോണിൽ വിളിക്കുകയാണ്. ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തണമെന്നാവശ്യപ്പെടുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു രാമു. തുടർന്ന് രണ്ടുപേരും ആലോചിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ രഘുവിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. കൊലപാതകത്തിന് ശേഷം പിറ്റേ ദിവസം രാത്രി ഒരു ഗുഡ്സ് ഓട്ടോ, ഒരു പെട്ടി ഓട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ആ ഓട്ടോയിൽ കയറ്റി മൃതദേഹം. എന്നിട്ട് അവർ താമസിക്കുന്ന ആ ഗ്രാമത്തിന് പുറത്ത് ഒരു വിശാലമായ കരിമ്പിൻ തോട്ടമുണ്ട്. ആ കരിമ്പിൻ തോട്ടത്തിന്റെ നടുവിൽ ആ യുവാവിന്റെ മൃതദേഹം കുഴിച്ചു മൂടി. Came to know about it, he started become alcoholic. Husband Raghu Siddappa Gawade, he has become more and more alcoholic, and one day during the month of February, during a Urs festival time, Bangari and Rama Mayappa planned to kill him. So he was killed in their house itself. By strangulating him, he was killed, and the body was taken to the land of Raghu Siddappa, and body was kept for 2 days, almost 2 days, 2 nights. Second night, the body was buried in Raghu Siddappa's village, in the land of Raghu Siddappa. They maintained this secret for almost 6 months. So when they came to know about it, they informed the local police station, and we registered the case and we arrested both the accused. 6 മാസം മുമ്പ് നടന്ന കൊലപാതകമാണ്. അതായത് ഈ 6 മാസക്കാലമായി ഈ രഘുവിനെ എവിടെയും ആരും കണ്ടിട്ടില്ല. നാളുകളായി ഈ രഘുവിനെ കാണാതായപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി, എവിടെയാണ് രഘു? അപ്പോൾ അവൾ തന്ത്രപൂർവ്വം മറുപടി നൽകി. മറ്റൊരു ഗ്രാമത്തിൽ ഈ ആടുകളെ മേയ്ക്കുന്ന ഒരു ജോലി കിട്ടി, ആ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് എന്നാണ് ബംഗാരി എന്ന ആ ഭാര്യ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ആദ്യം എല്ലാവരും അത് വിശ്വസിച്ചു. ആരും അവളെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. രഘുവിൻ്റെ അമ്മ മരിക്കുകയാണ്. അമ്മ മരിച്ചു എന്നറിയിച്ചു എന്ന് ആ സ്ത്രീ ബംഗാരി പറയുന്നുണ്ട്. പക്ഷേ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് രഘു എത്താതായപ്പോൾ ബന്ധുക്കൾക്ക് ചില സംശയം തോന്നുകയാണ്. അങ്ങനെയാണ് ഈ രഘുവിൻ്റെ സഹോദരൻ പോലീസിനെ സമീപിക്കുന്നതും പരാതി നൽകുന്നതും. അങ്ങനെ ബംഗാരിയുടെ പെരുമാറ്റത്തിൽ ചില സംശയം ഉള്ള കാര്യവും ആ സഹോദരൻ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബംഗാരിയുടെ മൊഴിയെടുക്കുമ്പോൾ അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. പോലീസ് ചോദ്യം ചെയ്യൽ രൂക്ഷമായതോടെ എല്ലാം പച്ചവെള്ളം പോലെ പുറത്തേക്കെത്തി. Planned murder was executed in the month of February, and it was hidden for almost 6 months. After 6 months, suspicion arises. The deceased brother, Mr. Lagmanna Siddappa Gawade, he inquired about his brother whereabouts to his wife, Bangari. Bangari told that my husband went to rear the sheep, and he maintains the sheep in as a labor. He is maintaining the sheep in somewhere else. He is yet to come. So on suspicion, he raised that shall we go to the police station and we'll register a case. She refused to come. Then he called the relatives of the Bangari and the elders of the village. When it was thoroughly inquired, she revealed that she told the elders that we have committed a mistake. Then elders inquired about what was a mistake. Then she briefed everyone, herself, Bangari and Rama Mayappa Ranage. He is a distant relative of Bangari. അങ്ങനെ പോലീസ് നടത്തിയ കസ്റ്റഡി ചോദ്യം ചെയ്യലിലാണ് രാമുവുമായി ചേർന്നുള്ള ആ കൊലപാതകവും പിന്നീട് സംസ്കരിച്ചതും ഒക്കെ കുഴിച്ചിട്ടതുമൊക്കെ ഈ ബംഗാരി സമ്മതിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി അവർ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസിൻ്റെ അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. ഒരു അരുംകൊല ഭർത്താവിനെയാണ് കാമുകനൊപ്പം ചേർന്ന് കൊന്നു. അത് ദൂരെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ കുഴിച്ചിട്ടു. 6 മാസങ്ങൾക്ക് ശേഷം പക്ഷേ സത്യം ഒരിക്കൽ തെളിയുമെന്ന് പറയുന്നത് ഇതാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
ഭർത്താവിന് ലഹരി നൽകി ശ്വാസം മുട്ടിച്ചു കൊന്നു. യുവതിയും കാമുകനും കാമുകന്റെ സുഹൃത്തും അറസ്റ്റിൽ. സൗത്ത് ഡൽഹിയിലെ സംഗം വിഹാറിൽ നടന്ന സംഭവമാണ്. ലഹരി മരുന്ന് നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന കേസിലാണ് ഭാര്യയും അവളുടെ കാമുകന്റെ സുഹൃത്തും അറസ്റ്റിലായത്. മുന്നാലാൽ എന്ന 55 വയസ്സുകാരനാണ് കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ അയാളുടെ ഭാര്യ നാസിയ, അവൾക്ക് 45 വയസ്സാണ് പ്രായം. അവളുടെ കാമുകൻ ചമൻ 20 വയസ്സുകാരനാണ്. ഈ ചമന്റെ സുഹൃത്ത് 28 വയസ്സുള്ള കിഷൻ. ഈ 3 പേരാണ് പിടിയിലായത്. ഓഗസ്റ്റ് 10 തീയതി പുലർച്ചെ ഈ സംഗം വിഹാറിലെ രതിയ മാർഗ് പ്രദേശം, അവിടെ ഈ മുന്നാലാലിനെ പരിക്കുകളോടുകൂടി റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രോപ്പർട്ടി ഡീലറാണ് മുന്ന. കൊലപാതകം അത് കവർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ ഈ പ്രതികൾ നടത്തിയിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവന്നു. ഈ മുന്നാലാലിനെ കൊലപ്പെടുത്താൻ സഹായിച്ചാൽ 5 ലക്ഷം രൂപ നൽകാമെന്നാണ് നാസിയ അവളുടെ കാമുകനായ ആ 20 വയസ്സുകാരൻ ചമനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ ലഹരി കലർത്തിയ ഒരു പാനീയം നൽകി മുന്നാലാലിന്. മുന്നാലാൽ അത് കഴിച്ചു അബോധാവസ്ഥയിലായി. പിന്നീട് ഷോക്കടിപ്പിച്ചും ശ്വാസം മുട്ടിച്ചും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സംഭവത്തിന് ശേഷം നാസിയ 20,000 രൂപ ആദ്യ ഗഡു എന്നുള്ള മട്ടിൽ, അത് 5 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്, ചമന് നൽകി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം ഇതൊരു കവർച്ചാ ശ്രമമാണെന്ന് നാസിയ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പക്ഷെ പിന്നീടാണ് ഈ CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ഈ ചോദ്യം ചെയ്യലുണ്ടായ മൊഴികളിലെ പൊരുത്തക്കേടുമെല്ലാം പോലീസിന് ഈ കുറ്റം സമ്മതിപ്പിക്കേണ്ട അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാനുള്ള വഴികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഭാര്യയുടെ കഥ കൂടി പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഭർത്താവ് ഭാര്യയെയും പിതാവിനെയും കൊന്നു. അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് യുവാവ് ഒളിവിൽ. പഞ്ചാബിലെ ജലന്ധറിലെ അവതാർ നഗറിൽ ഹീരാലാൽ എന്ന 45-കാരനായ നിർമ്മാണ കരാറുകാരനാണ് കൊലയാളി. ഈ കൊല്ലപ്പെട്ടതാവട്ടെ 65 വയസ്സുള്ള അയാളുടെ പിതാവ് അയോധ്യ പ്രകാശ്, ഒപ്പം 38 വയസ്സുള്ള ഭാര്യ സബിത. ക്രിക്കറ്റ് ബാറ്റും അടുക്കളയിലെ ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ തല്ലിക്കൊന്നു കളഞ്ഞത്. ഏതാണ്ട് വൈകിട്ട് 3 മണിയോടുകൂടി സ്കൂൾ വിട്ട് ആ വീട്ടിൽ അവരുടെ കുട്ടികൾ തിരികെ എത്തിയപ്പോഴാണ് ഈ അച്ഛൻ സിംഗ് ഒപ്പം അവരുടെ അമ്മ സബിത ഇങ്ങനെ 2 പേരും രക്തത്തിൽ കുളിച്ച നിലയിൽ വീടിനുള്ളിൽ കിടക്കുന്നതായി ആ കുട്ടികൾ കണ്ടെത്തിയത്. ਅੱਗੇ ਕਿੰਨੇ ਵਜੇ ਛੁੱਟੀ ਹੁੰਦੀ ਹੈ ਸਕੂਲ ਤੋਂ? 3 ਵਜੇ। ਤੇ ਤੁਹਾਨੂੰ ਪਾਪਾ ਨੇ ਫੋਨ ਕੀਤਾ ਸਕੂਲ ਦੇ ਵਿੱਚ ਜਲਦੀ ਭੇਜ ਦਿਓ? ਹਾਂ। ਅੱਛਾ, ਕਿਦੋਂ ਆ ਕੇ ਦੇਖਿਆ, ਕੀ ਦੇਖਿਆ? ਕਿ ਦਾਦੂ ਏਦਾਂ ਇੱਥੇ ਪਏ ਸੀ ਜਿੱਦਾਂ ਹੈਗੇ ਹਲੇ, ਹਾਂ। ਤੇ ਫਿਰ ਅੰਦਰ ਜਾ ਕੇ ਦੇਖਿਆ ਮੰਮੀ ਵੀ ਆਤੇ ਪਈ ਸੀ। ਅੱਛਾ, ਤੇ ਤੁਹਾਡੀ ਮੰਮਾ ਨੂੰ ਵੀ ਮਾਰਿਆ ਉਹਨੇ? ਹਾਂ। ਫਿਰ ਉਸ ਤੋਂ ਬਾਅਦ ਪਾਪਾ ਨਹੀਂ ਲੱਭੇ ਇੱਥੇ? ਕੋਈ ਪਤਾ ਨਹੀਂ ਲੱਗਿਆ ਹੈਗਾ ਕਾਰਨ ਕੀ ਸੀ? ਅੱਗੇ ਵੀ ਲੜਾਈ ਹੁੰਦੀ ਸੀ? ਹਾਂ, ਅੱਗੇ ਵੀ ਹੁੰਦੀ ਸੀਗੀ। ਕਿਉਂ? ਕਾਰਨ? ਉਹ ਪੈਸੇ ਕਰਕੇ। ਅੱਛਾ, ਪਾਪਾ ਨਸ਼ੇ ਕਰਦੇ? ਹਾਂ, ਕਰਦੇ ਹੈਗੇ। വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി. അവതാർ നഗർ സ്ട്രീറ്റ് നമ്പർ 7-ലെ ആ വീട് ഏറെക്കുറെ പൂർണ്ണമായും അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു. അതായത് സംഘർഷം നടന്നിരുന്നു ചുരുക്കം. 2 പേരുടെയും തലയിലും കഴുത്തിലും കൈകാലുകളിലുമൊക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. ഈ ആക്രമണ സമയത്ത് പ്രതിയുടെ അമ്മ, അവർ വൃദ്ധയാണ്, മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചലനശേഷി ഇല്ലാത്ത സ്ത്രീയാണവർ. അതുകൊണ്ട് അവർ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കിടക്കുന്നുണ്ടായിരുന്നു.
ਚੰਗੇ ਸਕੂਲ 'ਚ ਪੜ੍ਹਦੇ ਆ ਉਹ ਸਕੂਲ ਗਏ ਸੀ ਜਦੋਂ ਵਾਪਸ ਆਏ ਆ ਆਕਰ ਕੇ ਇੱਥੇ ਪਤਾ ਲੱਗਾ ਕਿ ਇੱਥੇ ਅੰਦਰ ਉਹਦੇ ਜਿਹੜਾ ਦਾਦਾ ਹੈ ਬੱਚੇ ਦਾ ਉਹ ਜਿਹੜੀ ਉਹਨਾਂ ਦੀ ਮਾਤਾ ਹੈ ਉਹਨਾਂ ਦਾ ਮਰਡਰ ਏਜ 45 ਸਾਲ ਹੈ ਜੀ ਜਿਹਨੇ ਜਿਹੜਾ ਹੀਰਾ ਹੈ ਉਹਦੀ ਉਮਰ 45 ਸਾਲ ਹੈ 4 ਬੱਚੇ ਹੈ ਚੰਗੇ ਸਕੂਲ 'ਚ ਪੜ੍ਹਦੇ ਆ ਘਰ ਦੇ ਵਿੱਚ ਜਿਹੜਾ ਦੇਖਿਆ ਗਿਆ ਬੜਾ ਬਰੂਟਲ ਮਰਡਰ ਉਸਨੇ ਕੀਤਾ ਹੈ ਸਾਡੀ ਪ੍ਰਾਇਮਰੀਲੀ ਫੋਕਸ ਸਾਡਾ ਹੈਗਾ ਕਿ ਵੱਖ-ਵੱਖ ਟੀਮਾਂ ਦਾ ਸੀਪੀ ਸਾਹਿਬ ਨੇ ਗਠਨ ਕੀਤਾ ਹੈ ਜਿਹੜੇ ਡਿਜੀਟਲ ਔਰ ਟੈਕਨੀਕਲ ਆਧਾਰ ਤੇ ਸਾਰੀ ਚੀਜ਼ ਮਾਲ ਕਰ ਰਹੇ ਨੇ ਉਹਨੂੰ ਜਿੰਨਾ ਛੇਤੀ ਤੋਂ ਛੇਤੀ ਹੋ ਸਕੇ ഈ പ്രതി ഹീരാലാൽ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഹീരാലാലിന് അച്ഛൻ പണം നൽകുന്നത് ആ ഭാര്യ തടയാൻ ശ്രമിച്ചു. അങ്ങനെയാണ് തർക്കമുണ്ടാകുന്നത്. എന്താണെങ്കിലും ആ അന്വേഷണത്തിൽ ബന്ധുക്കളും ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പഞ്ചാബ് പോലീസ് ഹീരാലാലിനെതിരെ കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാണ്. ഒന്നിലധികം പോലീസ് സംഘങ്ങൾ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു. ഫോറൻസിക് സംഘവും സ്ഥലത്ത് നിന്ന് കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. ട്വൻ്റി അവർ വീണ്ടും നാളെ 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.